എന്റെ ദേവി, ഇനിയും എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്. എല്ലാം അറിയുന്ന എന്റെ ദേവി, ഇനി ഒരു പരീക്ഷണം കൂടി നേരിടാൻ എനിക്കാവില്ല. സത്യങ്ങൾ മറച്ചു വെച്ചാൽ ഉണ്ടാവുന്ന മനോവേദന ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനും വല്ലുകുഞ്ഞും തമ്മിലുള്ള ബന്ധം അറിയാതെ എന്റെ നന്മയ്ക്ക് വേണ്ടി അഖിലാമ്മേടം വീണ്ടും എനിക്ക് വിവാഹാലോചന നടത്തുകയാണ്. എന്റെ ദേവി, എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കി തരണം. എന്റെ അച്ഛൻ വലിയ സന്തോഷത്തിലാ. ഈ ആലോചന മുന്നോട്ട് പോയാ എന്റെ അച്ഛന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത അവസ്ഥയാവും. അതിനിട വരുത്തരുതേ. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വല്യുകുഞ്ഞ് കെട്ടിയ താലി ഒളിപ്പിച്ച് വെച്ച് മരണം വരെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാ. അതിനിടയിലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിക്കും. അരുതാത്തതൊന്നും മനസ്സിൽ തോന്നിപ്പിക്കരുതേ. അമ്മേ, മഹാമായി കാത്തുരക്ഷിക്കണേ. വല്യുഞ്ഞേ, ആ എന്തുപറ്റിയല്ലേണി? എന്താ നിന്റെ ശബ്ദം ഇടറുന്നത്? നീ കരയാണോ? ഇന്നലെ നീ വിഷമിക്കാതിരിക്കുക, അങ്ങനെയൊന്നും നടക്കില്ല. ഞാൻ ഉടനെ തന്നെ അങ്ങ് വരുമല്ലോ. എനിക്ക് പേടിയാവുന്നു വല്യുഞ്ഞേ. ആ പയ്യന്റെ അച്ഛനും അമ്മയും വന്ന് മാഡത്തിനെ കണ്ടു. എല്ലാം ഒരു ധാരണയിലാവുന്ന ലക്ഷണമോ? നീ ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ നിനക്ക്. എന്ത് ധാരണയുണ്ടായാലും നമ്മൾ തമ്മിലൊരു ധാരണയില്ലേ, അത് മതി. ഈ കല്യാണം മുടക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? വല്യുഞ്ഞ് എന്റെ കഴുത്തിൽ താലി കെട്ടിയ വിവരം അച്ഛനെ അഖില മാഡത്തിനെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. തീർച്ചയായും അറിയിച്ചിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും ഉണ്ടാവില്ല. വേഗം വരുമോ വല്യുഞ്ഞ്? വല്യുഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ധൈര്യമാ. ഞാൻ വേഗം വരാം, നീ സമാധാനമായിട്ടിരുന്നാ മതി. ശരി. സത്യം പറയാല്ല അരവിന്ദ്, കല്യാണിയുടെ സങ്കടം കണ്ടപ്പോ ഞാൻ ആകെ തകർന്നുപോയി. എന്ത് വിധിയാ കല്യാണിയുടേത്? ഈ വിഷയത്തിൽ അവൾ എന്തുമാത്രം അനുഭവിച്ചു. കല്യാണിയോട് അമ്മ കാണിച്ച് വലിയ തെറ്റായിപ്പോയി. വീട്ടു ജോലിക്കാരിയോ ആരോ ആവട്ടെ, ഒരാളുടെ ഇഷ്ടം ചോദിക്കാതെ കല്യാണം നിശ്ചയിക്കുക. കല്യാണിയുടെ സമ്മതം ചോദിക്കൊന്നും വേണ്ടേ? അതെ അരവിന്ദ്, അഖിലാന്റിക്ക് എങ്ങനെയെങ്കിലും കല്യാണി ഒഴിവാക്കി വിട്ടാ മതി എന്നുള്ളൊരു വിചാരമാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആരാണെന്നോ ഏത് തരക്കാരനാണെന്നോ ഒന്നും അന്വേഷിക്കാതെ കല്യാണത്തിന് ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കൂ? കൊടുക്കട്ടെ.
കല്യാണി എന്റെ ബ്രോ താലി കെട്ടിയ പെണ്ണ, എന്റെ ഏട്ടത്തി, തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ ഭാര്യ. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. അല്ല, ഇക്കാര്യം ബ്രോയെ വിളിച്ചു പറഞ്ഞാലോ? വേണ്ട, ആനന്ദ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അത് ചിലപ്പോ അടുത്ത പ്രശ്നത്തിന് വഴി വെക്കുകയുള്ളൂ. അല്ല, ഇക്കാര്യം ബ്രോയെ വിളിച്ചു പറഞ്ഞാലോ? വേണ്ട, ആനന്ദ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അത് ചിലപ്പോ അടുത്ത പ്രശ്നത്തിന് വഴി വെക്കുകയുള്ളൂ. അത് ശരിയാ. എന്നാലും അമ്മ സ്വയം കോമാളിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടെന്ന് ആലോചിക്കുമ്പോ എനിക്ക് ആകെ ഒരു വിഷമം. അല്ല, ഇനിയിപ്പോ ഈ ഋഷി ഇറക്കി കളിച്ചതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവുന്ന എന്റെ സംശയം. നീ എന്താ ഉറങ്ങിയില്ലേ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വന്നില്ല. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയണം. ആ പയ്യനുമായിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ട അച്ഛാ. എനിക്കിഷ്ടമല്ല. എന്റെ മോള് നട്ടപ്പാതിരയ്ക്ക് ഉറക്കം വരുന്നില്ല എന്നും പറഞ്ഞ് അച്ഛനെ തേടി വന്നപ്പോഴേ എനിക്കറിയാം അതിത് പറയാൻ തന്നെയാണെന്ന്. എന്താണാവോ പയ്യനൊരു കുറവ്? അതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചോദിച്ച കേട്ടില്ലേ എന്റെ മോള് ആ പയ്യനിൽ കണ്ട കുറവെന്താണെന്ന്? അത് ചോദിക്കേണ്ടത് ഇപ്പോഴായിരുന്നില്ല. എന്താ നീ പറഞ്ഞേ? അത് ചോദിക്കാനുള്ള സമയം ഇപ്പോഴല്ലാന്നോ? അതേടി, എനിക്കത് അറിയാഞ്ഞിട്ടല്ല, ചോദിക്കാതിരുന്നതാ മനഃപൂർവ്വം. നടു റോട്ടിൽ കാമുകനെ കെട്ടിപ്പിടിച്ചിരുന്ന മകളുടെ ഭാവി എന്തായിരിക്കും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പണ്ട് നിനക്കൊരു ധാവണി വാങ്ങുമ്പോ 100 വട്ടം ചോദിക്കുകയായിരുന്നു ഞാൻ, എന്റെ മോൾക്ക് ഈ കളർ ഇഷ്ടായോ, ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. എന്നാ ഇപ്പൊ എന്റെ മോളോട് ഇഷ്ടങ്ങൾ ചോദിക്കാൻ എനിക്ക് ഭയമാ. അച്ഛനെ വഞ്ചിച്ചവളാ നീ. നീ ആരെയും വഞ്ചിക്കും. നീ തലയുയർത്തി ചോദിച്ചല്ലോ എന്നോടെന്താ ചോദിക്കാഞ്ഞെന്ന്. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോട് ചോദിച്ചിട്ടാണോ നീ വലിയ കുഞ്ഞിനെ വലയിലാക്കി? ഇത് അഖിലാമ്മയുടെ ഉറപ്പിച്ച കല്യാണ, നടന്നേ പറ്റൂ. അതുകൊണ്ട് നടന്നതൊക്കെ വെറും സ്വപ്നമായി കരുതി എല്ലാം മറന്നുപോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മറക്കണം. എന്താ വലിയ കുഞ്ഞിനെ മറക്കാതിരിക്കാൻ? വലിയ കുഞ്ഞ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അവളുടെ ഒരു വലിയ കുഞ്ഞ്. അവനവന്റെ നിലയും വിലയും അറിഞ്ഞു വേണം ജീവിക്കാൻ. നാളെ മുതൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങണം. മര്യാദയ്ക്ക് നിന്നോണം, ഇല്ലെങ്കിൽ നിർത്താൻ എനിക്കറിയാം. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്.
ആന്റി, ആന്റിയോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിന്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യവുമില്ല. അത് കേൾക്കുന്നത് കൊണ്ട് എനിക്കല്ല പ്രയോജനം, ആന്റിക്ക് തന്നെയാ. ആന്റിയുടെ ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ എനിക്കറിയാം. അതാ ഈ തിരക്കുകൾക്കിടയിലും ആന്റിയെ കാണാൻ ഞാൻ കാത്തു നിന്നത്. ആന്റി പ്ലീസ് വാ. ആന്റി ഒരു മിനിറ്റ്. ഞാൻ ആന്റിയോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു വിട്ടിരുന്നു. ആന്റി അറിയാതെ തൃച്ചംബരത്ത് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ആന്റി അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിക്കാണില്ലെന്ന് എനിക്ക് ഊഹിക്കാം. അതിന്റെ കാരണവും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മറ്റൊന്നുമല്ല, ശിവലിംഗത്തിന്റെ കാര്യത്തിൽ ആന്റിയുടെ മനസ്സിനെ കുഴപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ എനിക്ക് പോയിട്ട് മറ്റു ചില കാര്യങ്ങളുണ്ട്. നിന്റെ ജൽപ്പനങ്ങൾക്ക് കാതു കൊടുക്കാൻ എനിക്ക് സമയമില്ല. അയ്യോ ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറയാൻ പോകുന്നത് ആന്റി കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആന്റിക്ക് ഗുണകരമായ കാര്യങ്ങൾ. എനിക്ക് ഗുണമുണ്ടാവാൻ വേണ്ടി ആരും മെനക്കെടണമെന്നില്ല, പ്രത്യേകിച്ചും നീ. ശരി, വേണ്ട. എന്നാലും ഒന്ന് കേൾക്കുന്നത് നല്ലതാ. അത് മറ്റൊന്നുമല്ല, പ്രിയപുത്രൻ ആനന്ദിന്റെയും അടുക്കളക്കാരി പെണ്ണിന്റെയും പ്രണയ വാർത്ത. ഇത് ഞാൻ പറയാനിരുന്നതല്ല. ഞാൻ പറയാതെ തന്നെ ആന്റി കണ്ടെത്തട്ടെ എന്ന് കരുതിയ അന്ന് ഞാനൊരു സൂചന തന്നത്. സൽപുത്രൻ അമ്മയെ ധിക്കരിച്ച് ഇങ്ങനൊരു വിശ്വാസവഞ്ചന കാണിക്കുന്ന അഖിലാന്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അല്ലെ? നീ അതോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനതത്ര വിശ്വസിക്കുന്നുമില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനും എനിക്കറിയാം. നീ നിന്റെ പണി നോക്ക്. ആന്റി, ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആന്റി ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? കുടുംബത്തിന്റെ മാനവും പാരമ്പര്യവും നഷ്ടപ്പെടുത്തിയ ആ അടുക്കളക്കാരെ കൊല്ലാൻ പോവാ. ജീവന് തുല്യം സ്നേഹിക്കുന്ന കാമുകിയെ കൊന്നൂന്നറിഞ്ഞാൽ ആനന്ദ് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ട് ആന്റിക്ക്. കാമുകിയില്ലാത്തൊരു ജീവിതം വേണ്ടെന്ന് വെച്ച് ആനന്ദും ആത്മഹത്യ ചെയ്യും. ഒടുവിൽ താൻ കാരണം സ്വന്തം മകൻ ആത്മഹത്യ ചെയ്തെന്നറിഞ്ഞ് അഖിലാന്റെ സ്വയം വെടിവെച്ച് മരിക്കും. പിന്നെ പാവം ശിവരാമൻ അങ്കിൾ ഭാര്യയും മകനും മരിച്ച സങ്കടം സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടി മരിക്കും. ഇനി നീ സംസാരിച്ച ഈ പെരുവഴിയിൽ വെച്ച് അവസാനിപ്പിക്കുന്നില്ല ഞാൻ. ആന്റി, ഒരു കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടമുള്ളൂ. ആന്റി മരുമകളാക്കാന്നും പറഞ്ഞ് ഒരുത്തി അവിടെ അണിയിച്ചൊരുക്കി വച്ചിരിക്കല്ലേ ഗംഗേ. അവളുടെ ജന്മം പാഴ. അവളും ആനന്ദുമായിട്ടുള്ള കല്യാണം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. ഇത് ആന്റി മനസ്സിൽ വെച്ചോ. നാഗമടത്തെ പ്രിയങ്കയാ പറയുന്നത്. ഗംഗയും ആനന്ദും തമ്മിലുള്ള കല്യാണത്തിന് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവണം. അതിനാണ് ഞാൻ ഇങ്ങനൊരു തീ കൊളുത്തിവിട്ടത്.
ആനന്ദിന്റെയും അടുക്കളക്കാരി പെണ്ണിന്റെയും പ്രണയവാർത്ത. ആന്റി മരുമകളാക്കാന്ന് പറഞ്ഞ് ഒരുത്തി അവിടെ അണിയിച്ചൊരുക്കി വച്ചിരിക്കല്ലേ ഗംഗേ. അവളുടെ ജന്മം പാഴ. അവളും ആനന്ദുമായിട്ടുള്ള കല്യാണം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. നാഗമടത്ത പ്രിയങ്കയാ പറയുന്നത്. ഈ കല്യാണം എന്ന് പറയുന്നതേ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഐക്യമല്ലേ അങ്കിൾ? അതിനെന്തത്ര സംശയമോളെ? മനസ്സും മനസ്സും തമ്മിലുള്ള ഐക്യത്തിലെ ഏതു ബന്ധവും നിലനിൽക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കല്യാണം. മരണം വരെ ഒരുമിച്ച് ജീവിക്കേണ്ട ദൈവീക ബന്ധമാണ്. കുടുംബം കെട്ടിപ്പടുക്കണം, മക്കളെ വളർത്തണം, പരസ്പരം വിട്ടുവീഴ്ചകളോടെ സ്നേഹിച്ച് ജീവിതാന്ത്യം വരെ ഇണയായും തുണയായും ജീവിക്കേണ്ടവരാണ് ഭാര്യ-ഭർത്താക്കന്മാർ. അപ്പോ ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹബന്ധം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അവരെ കൊല്ലുന്നതിന് തുല്യമല്ലേ? തീർച്ചയായും. ഇരുവരും അന്യോന്യം ഇഷ്ടപ്പെട്ടേ കല്യാണം നടത്താവും. അല്ലെങ്കിൽ ഇരുവരുടെയും ജീവിതം ദുരിതപൂർണമാവും. അങ്ങനെ തീർത്ത് പറയാനൊന്നും പറ്റില്ല നന്ദനെ. നിന്റെ അനുഭവം തന്നെ നോക്ക്. നിന്നെ മനസ്സില്ലാ മനസ്സോടെയല്ലേ അരവിന്ദ് കല്യാണം കഴിച്ച്. എന്താ അത് നീ മറന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ അവർ പിന്നീട് പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെയാണല്ലോ ജീവിക്കുന്നത്. കാലങ്ങൾ കഴിഞ്ഞിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടല്ലോ തൃച്ചംബരത്ത്. സന്തുഷ്ടമായ ബന്ധങ്ങളിൽ വിഷം കുത്തിവെച്ച് തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നവർ. അങ്ങനെയുള്ളവർക്കിടയിൽ ജീവിച്ചാൽ ഒരു ബന്ധവും ശാശ്വതമാവില്ല. എന്തു പറ്റി? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താകില്ല, എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. മീറ്റിംഗിന് പോയതാണല്ലോ. എന്തോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലേ? മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തു. മീറ്റിംഗ് ക്യാൻസൽ ചെയ്തെന്നോ? എന്താ കാര്യം? ഇന്ന് ഓഫീസിൽ എന്റെ കുറെ സുഹൃത്തുക്കൾ വന്നിരുന്നു. അവരെന്നെ കുറെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് അവരെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. തെറ്റോ? നീ എന്ത് തെറ്റ് ചെയ്തു? ഗംഗയെ പോലൊരു പെണ്ണിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ഇവളെ പോലൊരു പെണ്ണിനെ ഇങ്ങനെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് അവരെന്നോട് ചോദിച്ചു. നാട്ടിൽ മുഴുവൻ ഇപ്പൊ ഇതാണത്രേ സംസാരം. ഞാൻ ആലോചിച്ചപ്പോ അവര് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഗംഗയെ ഇങ്ങനെ തൃച്ചംബരത്തിന് നിർത്തുന്നില്ല എന്നൊരു തീരുമാനം ഞാനെടുത്തു. കൈവിട്ടു പോയി. അഖില ഇത് ഗംഗ പ്രിയങ്കയുടെ അനുജത്തിയാണെന്ന് അറിഞ്ഞിട്ടുള്ള വരവ് തന്നെ. എന്താ ആന്റി പറയുന്നേ? തെറ്റെന്ന് അവര് പറഞ്ഞ കാര്യം ഒരു വലിയ ശരിയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
എന്ത് തീരുമാനം? ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം ഉടൻ നടത്താൻ ഞാൻ തീരുമാനിച്ചു. അതും ആനന്ദിന്റെ പിറന്നാൾ ദിവസം. ട്വിസ്റ്റ്. ഇതാണ് ട്വിസ്റ്റ്. പെട്ടെന്നുണ്ടായ എമോഷനിൽ ഇങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കരുതല്ല. ഇത് പെട്ടെന്നുണ്ടായ തീരുമാനമൊന്നുമല്ല, വളരെ ചിന്തിച്ച് ശരിയായി ആലോചിച്ചെടുത്ത തീരുമാനം. എന്റെ ഈ തീരുമാനത്തിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു പുനർചിന്തയ്ക്ക് വേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട. ചേച്ചി ഇപ്പോഴാ ഒരു ശരിയായ തീരുമാനം എടുത്തത്. ശ്ശോ, ഇത് ഉചിതമായ തീരുമാനമാ. അയ്യോ ഗംഗ, എങ്ങനെ സന്തോഷമായോ? പിന്നെ സന്തോഷായി. ആനന്ദിന്റെ പിറന്നാൾ ദിവസം നീ ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകളായി മാറും. ഹോ, എന്റെ അമ്മോ, ഈ സന്തോഷത്തിന് എന്ത് പറയണമെന്ന് എനിക്ക് വാക്കുകളെ കിട്ടുന്നില്ല. അഖില, ആനന്ദിന്റെ പിറന്നാളിനെ നമുക്ക് പിറന്നാളായിട്ട് തന്നെ ആഘോഷിക്കാം. മാത്രമല്ല, കല്യാണിയുടെ കല്യാണം ഉടനെ നടത്തുമെന്ന് നീ ദാസേട്ടന് വാക്ക് കൊടുത്ത് നീ മറന്നോ? ഒന്നും മറന്നിട്ടില്ല ഞാൻ. ആനന്ദിന്റെ പിറന്നാൾ ദിവസം 2 കല്യാണങ്ങളും ഒരുമിച്ച് നടത്തും. ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണവും ഋഷിയും കല്യാണിയും തമ്മിലുള്ള കല്യാണവും. ശിവരാമേട്ടാ, ആനന്ദ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ അപ്പുറത്ത് ഋഷി കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. അതിന് ശിവരാമേട്ടൻ എന്താ പ്രശ്നം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ. അഖില, തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കരുത്. കുറച്ചുകൂടി ഒന്ന് ആലോചിക്കാം. കൂടാതെ ഈ 2 കല്യാണവും കൂടെ ഒരുമിച്ച് വേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആനന്ദിന്റെ കല്യാണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ? ആനന്ദിന്റെ പിറന്നാളിനപ്പുറം ഒരു നല്ല നാൾ കല്യാണത്തിനില്ല. അതുകൊണ്ട് ആ പിറന്നാൾ ദിവസം ആനന്ദ് ഗംഗയുടെയും ഋഷി കല്യാണിയുടെയും കഴുത്തിൽ താലി കെട്ടും. ഇതെന്റെ തീരുമാനം. ഇത് നടക്കും. ഞാൻ നടത്തിയിരിക്കും. പെട്ടെന്ന് അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ നിശ്ചയമായിട്ടും തക്കതായിട്ടുള്ളൊരു കാരണമുണ്ട്. അതെന്താണെന്ന് അറിയണം. അതെ, അഖിലാന്റെ തിടുക്കത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യം കല്യാണി അറിഞ്ഞ അവൾ ആകെ അപ്സെറ്റ് ആവും. അത് ശരിയാ. മറ്റാരും പറഞ്ഞറിയുന്നതിന് മുമ്പ് നീ കല്യാണി വിവരം അറിയിക്കണം. എന്നിട്ട് സമാധാനമായിട്ട് ഇരിക്കാനും പറയണം. ഏതായാലും ബ്രോയും കൂടി ഇങ്ങോട്ട് വരട്ടെ.
എന്താ ആന്റി എന്നെ പതിവില്ലാതെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എന്നും നീയാണല്ലോ പ്രിയങ്ക എന്നെ വിളിച്ചു വരുത്തുന്നത്. ഇന്ന് ഞാൻ നിന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകുന്ന നിനക്ക് ഊഹിക്കാമല്ലോ. അതെ ആന്റി, അതിന്റെ ത്രില്ലിൽ തന്നെയാ ഞാൻ. ആന്റിയുടെ മുഖത്തെ സന്തോഷവും ചിരിയും കാണുമ്പോ തന്നെ കേൾക്കാൻ കാതുകൾ കൽപ്പം ധൃതി കൂടി. ഞാൻ പറയുന്നത് കേട്ട് കഴിയുമ്പോ കുറച്ച് ഇമ്പം കൂടും പ്രിയങ്കെ. നിന്റെ എക്കാലത്തെയും ആഗ്രഹം ഇന്ന് നിറവേറാൻ പോവാ. ആന്റി എന്താ ഉദ്ദേശിച്ച? അതെ പ്രിയങ്കെ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. അതിനുള്ള തീരുമാനം അഖില എടുത്തു കഴിഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആന്റി. ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണമായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം. അത് ഉടനെ നടക്കാൻ പോകുന്നു. സത്യമാണ് ആന്റി? അതെ, പരമമായ സത്യം. ആനന്ദിന്റെ പിറന്നാൾ ദിവസം ആനന്ദ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടും. തീർന്നില്ല. അന്ന് തന്നെയാ അഖില ഋഷിയുടെയും കല്യാണിയുടെയും കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. എന്താ മധുര ഇരട്ടിയായില്ലേ? സന്തോഷമായി ആന്റി. ഇതിൽ പരം സന്തോഷമുള്ളൊരു വാർത്ത അഖിലയുടെ ചിതയേരിയൽ മാത്രമാണ്. ആ അതെ, ഞാൻ അഖിലയെ കണ്ടിരുന്നു. ആ മനസ്സിലേക്ക് ഞാൻ കുറെ കനലുകൾ എറിഞ്ഞിട്ടുണ്ട്. തൃച്ചംബരം എന്ന ഉലയിൽ അതാളി പടർന്നോളൂ. ആ കല്യാണച്ചൂടിൽ പ്രണയശലഭങ്ങൾ ചിറക് കരിഞ്ഞു വീഴണം. അതിനുള്ള മാർഗം നോക്കണ്ടേ? ദേ ഇവനാണ് അതിനുള്ള മാർഗം. രണ്ടുപേരുണ്ടല്ലോ. എന്താ മാഡം അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? പറയാം. ചില കാര്യങ്ങൾ ഋഷിയെ ചുമതലപ്പെടുത്താനുണ്ട്. പറയൂ മാഡം. കല്യാണിയെ ഋഷിയെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കുന്നത് അവളോടൊപ്പം ആനന്ദത്തോടെ ആർഭാടപൂർവ്വം മാതൃകാ ദമ്പതികളായിട്ട് ജീവിക്കാനല്ല. അതറിയാലോ? അറിയാം മാഡം. അവൾ ആനന്ദിന്റെ കാമുകിയാണ്. അവൾക്ക് ആനന്ദിനോട് പ്രണയം മാത്രമേ ഉള്ളൂ, അതോ അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ആ കല്യാണിയുടെ നാവിൽ നിന്ന് തന്നെ ഋഷി അറിയണം. അതിന് ഇനി മുതൽ നീ ഇടയ്ക്കിടയ്ക്ക് കല്യാണിയെ ചെന്ന് കാണണം. അവളോട് നീ നിന്റെ പ്രണയം പ്രകടിപ്പിക്കണം. അവളെ ടോർച്ചർ ചെയ്യണം. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രണയകാര്യവുമായി ശല്യപ്പെടുത്തുമ്പോ ഗത്യന്തരമില്ലാതെ എല്ലാ സത്യങ്ങളും അവൾ നിന്റെ മുമ്പിൽ തുറന്നു പറയും. അവളെ ഉപദ്രവിക്കരുതേ എന്ന് നിന്റെ മുമ്പിൽ കൈകൂപ്പി പറയും. അവളോട് നീ സംസാരിക്കുന്നതും അവള് നൽകുന്ന മറുപടിയും എല്ലാം നീ റെക്കോർഡ് ചെയ്യണം. നിന്റെ കയ്യിലെ ഓഡിയോയും ഞാൻ എടുക്കുന്ന വീഡിയോയും മെർജ് ചെയ്ത് വേണം എനിക്ക് അഖിലയെ കാണിക്കാൻ. മനസ്സിലായോ? മനസ്സിലായി മാഡം. ആന്റി, ഇപ്പൊ അവൾ എവിടെയുണ്ട്? ഇപ്പൊ അവൾ ആ ചുറ്റുവട്ടത്തെ ഏതെങ്കിലും അമ്പലത്തിൽ വലം വെച്ച് മടങ്ങുന്ന വഴിയായിരിക്കും. ഇതിലും നല്ല സമയം വേറെയില്ല. വേഗം ആവട്ടെ. ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിയിൽ വെച്ച് നീ അവളെ മീറ്റ് ചെയ്യണം. വേറൊന്നും ഞാൻ പറയണ്ടല്ലോ? അറിയാം മാഡം, ബാക്കി ഞാൻ നോക്കിയോളാം. പ്രിയങ്കെ, നിന്റെ പ്ലാൻ സൂപ്പർ. അഖിലയും അഖിലയുടെ മാനസപുത്രിയായ കല്യാണിയും ഉരുകി ഉരുകി ചാവണം.